കോഴിക്കോട് പാളയം ബിജു കൊലപാതകത്തിൽ പ്രതി ദീപക്കുമായുള്ള തെളിവെടുപ്പ് ഇന്നുണ്ടായേക്കും. കൊലപ്പെടുത്താൻ ഉപയോഗിച്ച കത്തി കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് അന്വേഷണ സംഘം. ഇന്നലെ ബിജുവിന്റെ വീടിന് മുന്നിലെ കിണറ്റിൽ സ്കൂബ ടീമിന്റെ നേതൃത്വത്തിൽ പരിശോധന നടന്നെങ്കിലും ഒന്നും കണ്ടെത്താനായില്ല. വി എസ് രഞ്ജിത്തുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. വി എസ് രഞ്ജിത്ത്, പ്രതിയുടെ സഹകരണം ഇല്ലാത്തതൊരു പ്രശ്നമാണല്ലേ? ഈ സുരക്ഷാ മുൻകരുതലുകൾക്ക് കാരണം ഇന്നലെ തെളിവെടുപ്പ് നടത്താൻ കഴിഞ്ഞില്ല. കഴിഞ്ഞ ദിവസം ഇന്നിപ്പോൾ എന്തായാലും നടക്കുമെന്ന് തന്നെയാണോ കരുതുന്നത്? ഇന്ന് തെളിവെടുപ്പ് നടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്നലെ കത്തി കണ്ടെത്താനുള്ള വളരെ മൂർച്ചയേറിയ ഒരു ആയുധമാണ് ഉപയോഗിച്ചതെന്ന് പോലീസിന്റെ നിഗമനമുണ്ട്. പക്ഷേ അത് കണ്ടെത്താൻ വേണ്ടി സാധിച്ചിരുന്നില്ല. ഇന്നലെ അവിടുത്തെ കിണറ്റിൽ സ്കൂബ ഡൈവിംഗ് സംഘം പരിശോധന നടത്തിയിരുന്നു. കഴിഞ്ഞ 19-നാണ് ഈ കൊലപാതകം നടക്കുന്നത്. ബിജു എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ യുവാവിനെ കൊലപ്പെടുത്തുന്നത് ബന്ധു കൂടിയായിട്ടുള്ള ദീപക്കാണ്. ദീപക്കിന് വളരെ പ്രായം കുറവാണ്. ആ ദീപക്ക് 2 തവണ ബിജുവിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ചു. 19-ാം തീയതി കൊലപാതകം നടന്നു. 16-ാം തീയതിയും കൊലപാതകത്തിന് വേണ്ടി ശ്രമിച്ചിരുന്നു. 21 വയസ്സുള്ള ഒരു കുറ്റവാളി വേണമെങ്കിൽ അങ്ങനെയും പറയാൻ സാധിക്കും. പ്രായപൂർത്തിയായെങ്കിലും വളരെ ചെറുപ്പം മുതൽ തന്നെ ലഹരി ഉപയോഗം ഉണ്ടായിരുന്നു. ഈ ദീപക്കിന്റെ ലഹരി ഉപയോഗം തടയാൻ ബിജു ശ്രമിച്ചിരുന്നു എന്നാണ് ബന്ധുക്കൾ പറയുന്നത്. മാത്രമല്ല, ഈ ദീപക്ക് മാത്രമായിരിക്കില്ല, തനിച്ചായിരിക്കില്ല കൊലപാതകം നടത്തിയത്, കൂട്ടാളികൾ ഉണ്ടായിരിക്കും. അതുകൊണ്ട് ദീപക്കിന്റെ കൂട്ടാളികളെ കൂടി അറസ്റ്റ് ചെയ്യണം എന്നൊരാവശ്യം ഈ കുടുംബങ്ങൾക്കുമുണ്ട്. ഏതായാലും ഈ പ്രതിയായിട്ടുള്ള ദീപക്കിനെ ഇന്ന് തെളിവെടുപ്പിന് വേണ്ടി കൊണ്ടുവരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. തെളിവെടുപ്പിന് കൊണ്ടുവരുമ്പോൾ ഉണ്ടാവുന്ന ക്രമസമാധാന പ്രശ്നങ്ങൾ പോലീസ് മുന്നിൽ കാണുന്നുണ്ട്. ഏതായാലും ഇന്ന് തെളിവെടുപ്പ് നടത്തും എന്നുള്ളതാണ്. ചോദ്യം ചെയ്യലുമായൊന്നും ദീപക് വളരെ സഹകരിക്കുന്നില്ല എന്നാണ് പോലീസും അന്വേഷണ സംഘവും ഒക്കെ പറയുന്നത്. ശരി, വി എസ് രഞ്ജിത്താണ് വിശദാംശങ്ങൾ നൽകിയത്.